ജപ്പാനിലെ നഗോയ എന്ന സ്ഥലത്ത് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട നിർമ്മിതികളെല്ലാം നിർമ്മിച്ചു വെച്ച ഒരു സ്ഥലത്ത് നമ്മുടെ കേരളത്തിൻ്റെ തനത് ശൈലിയിലുള്ള ഒരു തറവാട് വീട് പാലക്കാട് ഉള്ള ചാണകത്ത് തറവാട് എന്ന് പറയുന്ന ഒരു വീട് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിൽ പോയാൽ പോലും കാണാൻ കഴിയാത്തത്ര രീതിയിലുള്ള പഴയ രീതിയിലുള്ള ഒരു വീടാണിത്. പഴയ കട്ടിൽ, അതിലുണ്ടായിരുന്ന കിടക്ക, വിരി, മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ്, അതേപോലെ ഇത് ഒരു ഹിന്ദു തറവാടാണ്. അതിന് വേണ്ടിയുള്ള ഒരു പൂജാ റൂമും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സൈഡിൽ അതിൻ്റെ ഒരു ബെഡ്റൂം. ആ ബെഡ്റൂമിൽ നമ്മൾ ഒക്കെ ഇപ്പോഴുള്ള ജെൻസി പോലും കാണാത്ത തരത്തിലുള്ളൊരു ടി വി, പഴയ മോഡൽ ഒരു ടി വി. ഇത് വർക്ക് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. അത് ചെയ്യുമില്ല എന്നറിയുന്നത്. നടുക്കത്ത് കോട്ടയാട്, മഴ പെയ്താൽ വെള്ളം വീടിൻ്റെ നടുക്കെത്തും. അടിപൊളി, സൂപ്പർ. അതേപോലെ ഇതൊരു സ്റ്റോർ റൂമിൽ പഴയ രീതിയിലുള്ള പെട്ടികൾ കാര്യങ്ങളല്ലാണ്ട് സ്റ്റോറേജ് എല്ലാം പഴയ രീതിയിൽ പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയാണോ മലയാളി ഒരു കുടുംബം ജീവിച്ചിരുന്നത് അതേപോലെ അതിൻ്റെ ജപ്പാനിലും ഇംഗ്ലീഷിലൊക്കെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അവർ കിച്ചണിനോട് ചേർന്ന് പാത്രം കഴുകാനും കുളിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു പ്രത്യേക സെറ്റപ്പ്. ഡൈനിങ് ഹാളാണിത്. പണ്ടത്തെ രീതിയിലുള്ള ഡൈനിങ് ഹാള് പണ്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും പെട്ടെന്ന്. ആ ഡൈനിങ് ഹാളിൽ ചെറിയൊരു ഷെൽഫിൽ പ്ലേറ്റ്, ഗ്ലാസ്, അതേപോലെ കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ള മരത്തിൻ്റെയും ചിരട്ട കൊണ്ടുമുള്ള ചിരവകൾ, തവികൾ, മൺകലങ്ങൾ, ഇഡ്ഡലിച്ചെമ്പ്, അതുപോലൊരു ടിന്ന്, പണ്ടത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, നമ്മുടെ കിണ്ടി, ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ. ഓടിൻ്റെ ആണ്. അത് ഓടിൻ്റെ ഒരു ചെമ്പ്, മറ്റൊരു ചെമ്പ്. അതേപോലെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു വീട്, നമ്മൾ കേരളത്തിലൊരു വീടിൻ്റെ പുറത്ത് പോയിട്ട് എന്താണോ കാണുക അതേ അവസ്ഥയിലൂടെ, കാരണം പൂപ്പലും പായലും ഒക്കെ പിടിച്ച് ഒരു പഴയ ഒരു ആട്ടുകല്ലോ ഒരലോ ഒലക്കി എല്ലാ സംഭവം സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇതൊന്നും ഇപ്പം നാട്ടിൽ പോലും കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു വീട്. പഴയ വീട് കേരളത്തിൽ പോലും എവിടെ പോയാലും ഇങ്ങനത്തെ തരത്തിലൊരു വീട് ഇപ്പോൾ അപൂർവമാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണാറൊന്ന് ഫോളോയും ചെയ്തേക്കും. താങ്ക് യു.